ഇന്ന് പുറത്തു വന്ന രണ്ട് ക്രിക്കറ്റ് ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ഋഷഭ് പന്തുമായി ബന്ധപ്പെട്ടതാണ്. ഋഷഭ് പന്ത് ഇപ്പോൾ T20യിൽ കളിക്കുന്നില്ല. പന്തിൻ്റെ T20 റാങ്കിങ് 100ന് മുകളിലാണ്. ഋഷഭ് പന്തിനെ ഇപ്പോൾ BCCI ടെസ്റ്റിലും ഏകദിനത്തിലും മാത്രമാണ് കളിപ്പിക്കുന്നത്. പൂർണ്ണമായിട്ടും T20യിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്. 3 ഫോർമാറ്റിലും ഇന്ത്യൻ താരങ്ങൾക്ക് കളിക്കാൻ സാധിക്കില്ല. കോച്ച് ഗംഭീറാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഓരോ ഫോർമാറ്റിലും ഓരോ താരങ്ങളായിരിക്കും. ഋഷഭ് പന്ത് അതുകൊണ്ട് ഇനി T20 ടീമിൽ കളിച്ചേക്കില്ല. ഋഷഭ് പന്ത് ഉടനെ T20യിൽ നിന്ന് വിരമിക്കാൻ സാധ്യതയുണ്ട്. എല്ലാ ഫോർമാറ്റിലും ഒരുമിച്ച് കോൺസെൻട്രേഷൻ ചെയ്താൽ ആ താരങ്ങൾ ഫ്ലോപ്പ് ആവുകയാണ് ചെയ്യുന്നത്. ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ടീമുകൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അവർക്ക് ഇഷ്ടമില്ലാത്ത ഫോർമാറ്റിൽ നിന്ന് വിരമിക്കും. അവർ കളിക്കുന്ന ഫോർമാറ്റിൽ മാത്രം ശ്രദ്ധ ചെലുത്തും. ഇന്ത്യൻ ടീമിലും ഈ റൂൾ വരുമ്പോൾ ഋഷഭ് പന്തിനെ പണി കിട്ടും. പന്ത് T20യിൽ നിന്ന് വിരമിക്കേണ്ടി വരും. അടുത്തൊരു അപ്ഡേറ്റ് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ്. സഞ്ജു ഇപ്പോൾ മികച്ച കളി കാഴ്ചവെക്കുന്നത് T20യിലാണ്. പക്ഷേ സഞ്ജുവിന് മുൻപൊരു ചരിത്രമുണ്ട്. 2022 മികച്ച കളി സഞ്ജു കാഴ്ചവെച്ചത് ഏകദിനത്തിലാണ്. ഏകദിനത്തിൽ സഞ്ജു സെഞ്ചുറിയും അടിച്ചിട്ടുണ്ട്. സഞ്ജുവിന് മികച്ച സ്ട്രൈക്ക് റേറ്റ് ഉണ്ട്. ഇപ്പോഴത്തെ സഞ്ജുവിനെ ഏകദിന ടീമിൽ കളിപ്പിക്കാനാണ് ഗംഭീറിന്റെ പദ്ധതി. വരാൻ പോകുന്ന ഏകദിന സീരീസിൽ സഞ്ജുവും ഉണ്ടായിരിക്കും. ഇനി അടുത്ത ഏകദിന സീരീസ് ഇംഗ്ലണ്ടുമായിട്ടാണ്. 3 ഏകദിനമാണ് ഇന്ത്യ ഇംഗ്ലണ്ടുമായിട്ട് കളിക്കുന്നത്. ഈ സീരീസിൽ സഞ്ജു ഉണ്ടാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. കോച്ച് ഗംഭീറാണ് സഞ്ജുവിനെ സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. BCCIയുമായിട്ട് ഗംഭീർ സംസാരിച്ചിട്ടുണ്ട്. സഞ്ജുവിനെ ഏകദിന ടീമിലേക്ക് എടുക്കാൻ പോവുകയാണ്. സഞ്ജു ഓൾറെഡി കഴിവ് തെളിയിച്ചതുകൊണ്ട് ഏകദിനത്തിൽ സഞ്ജുവിന് ഓപ്പണിംഗ് സ്ഥാനം കിട്ടും. അതായത് രോഹിത് ശർമ്മയും സഞ്ജുവും ഓപ്പണിംഗിൽ വരാൻ സാധ്യതയുണ്ട്. ഏകദിനത്തിൽ സഞ്ജു കത്തിക്കയറിയാൽ പിന്നെ സഞ്ജുവിനെ പിടിച്ചു കെട്ടാൻ എളുപ്പമല്ല. സഞ്ജു മികച്ചൊരു പ്ലെയറാണ്. സഞ്ജുവിന് അവസരങ്ങൾ മാത്രമാണ് കിട്ടാത്തത്. അങ്ങനെ സഞ്ജു T20 ഏകദിനം 2 ടീമിലേക്കും എത്തിയിരിക്കുകയാണ്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.